ടാബ്ലറ്റ്സ് എടുത്തില്ലേ? ഇല്ല, മറന്നുപോയി. ഒരു കാര്യം ചെയ്യാ, മോള് പൊയ്ക്കോ. അമ്മ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ അമ്മ വരുന്നില്ലേ? ഇല്ല, അമ്മ വണ്ടിയിലിരിക്കാം. നിങ്ങൾ പോയിട്ട് വാ. അത് പറ്റില്ല, അമ്മയും വരണം. ഗൗരിമുള്ള സ്കൂള് കാണാനല്ലേ താ വന്നത്? പുറത്തിറങ്ങിയ ഈ തലവേദന കാരണം നടക്കാൻ പോലും വയ്യ. മര്യാദയ്ക്ക് പ്രിൻസിപ്പലിനോടൊന്നും സംസാരിക്കാനും പറ്റില്ല. നിങ്ങൾ ചെല്ല, തലവേദന മാറുമ്പോ ഞാൻ വരാം. ശരി, എങ്കിൽ പിന്നെ താൻ റെസ്റ്റ് എടുക്ക്. മോളെ വന്നേ. അമ്മയുടെ തലവേദന മാറിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. മോളെ വഴക്കുടിക്കാൻ ഇങ്ങ് വന്നേ. വരാൻ അച്ഛനല്ലേ പറയുന്നേ? വാ ചെല്ലു മോളെ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ. വരാം. പറയുന്ന കേക്ക് മോളെ. ശരി, തലവേദന മാറുമ്പോ അമ്മ വരണം. വരാം. ഇരിക്കൂ സാർ. എവിടെ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഓരോരുത്തരും ഓടിക്കഥ ചെത്തുന്നതേ ഉള്ളൂ. ഇത്രയും തിരക്കുള്ള MLA സാർ ആദ്യം എത്തി. എന്നിട്ടും ബാക്കിയുള്ളവർക്ക് സമയമായില്ല പോലും. എന്താ അവണി ഇത്? ഇന്നത്തെ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സോറി മാഡം, ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി. അല്ല, എവിടെ ബാക്കിയുള്ളവര്? ദേവരെത്തി മാഡം. ഇരിക്കൂ. മാഡം, എന്നാ പിന്നെ തുടങ്ങല്ലേ? സർ, പ്രധാനപ്പെട്ട ഒരാൾ കൂടി വരാനുണ്ട്. ഇപ്പൊ എത്തും. ഞാൻ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചിട്ടാ ഈ സമയത്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ MLA-ക്കൾ തിരക്കുള്ള VIP ആരാണാവോ? മാഡം, ഇത് ശരിയല്ല. എന്റെ തിരക്കുകൾ നിങ്ങൾക്കറിയാലോ. അതിനൊരു സമയം അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ ഈ മീറ്റിംഗ് വന്നത്. ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. സോറി സർ, ഒരു 2 മിനിറ്റ്. ഹലോ. ഓക്കെ. പിന്നെ മാഡത്തിന്റെ മോള് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ലോക്കൽ കുട്ടികൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കരുതെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ ഇതെല്ലാം. സർ, എന്റെ മകളുടെ മോശം കൂട്ടുകെട്ടാ ഇതിനെല്ലാം കാരണം. ഞാൻ അവളെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തോളാം. മതി മാഡം. മാഡത്തിന്റെ മകൾ ഈ ഇഷ്യൂലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെ, ഇവരുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇന്നത്തോടെ അവസാനിപ്പിക്കണം. മനസ്സിലായോ? കാര്യങ്ങൾ വ്യക്തിപരമായ നിലയിലേക്ക് കൊണ്ടുപോകരുത്. ഇവരെല്ലാവരും നല്ല കുട്ടികളാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ
പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഇതുപോലുള്ള മീറ്റിങ്ങുകൾക്ക് ഇനി എന്നെ വിളിക്കരുത്. ഇനി അഥവാ അത്യാവശ്യമാണെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കാം. ആ ഡ്രൈവർ കൊടുക്കുന്ന ശമ്പളം പോലും ഞങ്ങളെ ചതിച്ച് നേടിയതാ. Shut up! ഞങ്ങളുടെ വായടപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പഴയതൊന്നും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. കുട്ടികൾ തമ്മിലാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലാണോ പ്രശ്നം? പ്രശ്നമൊക്കെ എവിടെ തുടങ്ങിയെന്ന് സാറിന് അറിയില്ലേ? സച്ചി മതി, നിങ്ങൾ ഇരിക്ക. വ്യക്തിപരമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ ഈ സ്കൂളിലേക്ക് വലിച്ചഴക്കരുത്. നിങ്ങൾ പാരന്റ്സിനെ ഞാൻ വിളിപ്പിച്ചത് കുട്ടികൾ തമ്മിലുള്ള ക്ലാഷിന്റെ കാര്യം പറയാനാ. ഇവിടെ അതുമാത്രം സംസാരിച്ചാൽ മതി. ഇവരുടെ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള സില്ലി ഇഷ്യൂസിന്റെ പേരില് എന്നെ വിളിക്കരുതെന്ന്. ഞാൻ പോന്നു. മാഡം, മോളെ അച്ഛൻ പോയിട്ട് വരാം. നിങ്ങൾ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി മാഡം. അവന്തികയും നിങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന് തീരും? അടുത്ത സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ.